നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കേസിൽ കുറ്റക്കാരെന്ന് കോടതി. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് ബലാത്സംഗ കേസിലെ പ്രതികൾ. കൂട്ടബലാത്സംഗം ഉൾപ്പെടെ ഇവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞു. ഗൂഢാലോചന, ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തൽ എന്നിവയും തെളിഞ്ഞു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത്. ശിക്ഷയിൽ വാദമിനി 12-നാണ്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു. രേഷ്മ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ശിക്ഷയിലുള്ള വാദം 12-നായിരിക്കും. തുടർ നിയമ നടപടികൾ എങ്ങനെയാണ്? നമുക്ക് ഏറെ പ്രധാനമായും അറിയേണ്ടത് അതിജീവിത ഈ വെറുതെ വിട്ട പ്രതികൾക്കെതിരായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്നുള്ളതാണ്. ദിലീപ് ഇതിലൊരു മുഖ്യ ആസൂത്രകനാണ് എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷൻ നീങ്ങിയത്. പക്ഷേ പ്രോസിക്യൂഷൻ അത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ നടത്തിയ സംഭവകഥയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളോ ഒന്നും തന്നെ കോടതിയിൽ സാധൂകരിക്കുവാനോ തെളിയിക്കുവാനോ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ദിലീപിലേക്ക് ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് അന്വേഷണ സംഘം നീങ്ങുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിച്ചു അന്വേഷണ സംഘം. അതിലൊന്ന് എന്ന് പറയുന്നത് സാക്ഷിമൊഴികൾ തന്നെയാണ്. അതായത് ദിലീപിന്റെ ഉറ്റ സുഹൃത്തുക്കൾ, മറ്റ് സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. പക്ഷേ അവരൊക്കെ തന്നെ വിചാരണ വേളയിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി കൂറുമാറുന്ന ഒരു സാഹചര്യം. ഇത് പിന്നീട് ഈ ഒരു കേസിനെ തന്നെ അതിന്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും കോടതി എന്ന് പറഞ്ഞത് ഈ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം, തെളിവ് നശിപ്പിക്കൽ, പ്രേരണ കുറ്റം, ഇതൊന്നും തന്നെ സംശയാതീതമായിട്ട് തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു. മറ്റൊന്ന് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ എന്ന് പറയുന്നത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊട്ടേഷൻ സംഘമാണ്. അതായത് പൾസർ സുനി, NS സുനിൽ എന്ന് പറയുന്ന പൾസർ സുനി, അതാണ് 1ാം പ്രതി. മാർട്ടിൻ ആന്റണി, അതായത് ഈ നടി വന്ന കാറിന്റെ, നടി ഉണ്ടായിരുന്ന കാറിന്റെ, നടിയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തെ എത്തിച്ച കാറിന്റെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ ആന്റണി. 3ാമത്തെ പ്രതി ബി മണികണ്ഠൻ. 4ാമത്തെ പ്രതി VP വിജീഷ്. 5ാമത്തെ പ്രതി വടിവാൾ സലീം എന്ന S സലീം. 6ാമത്തെ പ്രതി പ്രദീപ്. ഇവരൊക്കെ തന്നെ ഈ കൂട്ടബലാത്സംഗത്തിന്റെ കുറ്റം ചുമത്തപ്പെട്ട ആളുകളാണ്. ഒപ്പം തന്നെ ഗൂഢാലോചന, ഈ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ, അപകീർത്തികരമാം വിധമുള്ള ദൃശ്യങ്ങൾ പകർത്തൽ, അങ്ങനെ IPC പ്രകാരവും IT ആക്ട് പ്രകാരമുള്ള ഇവർക്കെതിരായിട്ടുള്ള മുഴുവൻ കുറ്റങ്ങളും സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. പക്ഷേ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ ഒന്നും തന്നെ സാധൂകരിക്കാൻ തക്ക തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. 7ാമത്തെ പ്രതിയായിട്ടുള്ള ഈ കുറ്റകൃത്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്ത ചാർലി തോമസിനെയും അതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെയും കോടതി വെറുതെ വിട്ടു. ഈ ശരത്ത് എന്ന് പറയുന്നത് തുടരന്വേഷണത്തിന്റെ കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ തുടരന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട 15ാം പ്രതിയാണ്. അങ്ങനെയാണ് ഈ 10 പേര്. ആദ്യഘട്ടത്തിൽ മൊത്തത്തിൽ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ ഒഴിവാക്കി, 2 പേരെ ഒഴിവാക്കിക്കൊണ്ട് ഒരാളെ മാപ്പ് സാക്ഷിയാക്കി. അങ്ങനെ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 2ാമത്തെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ശരത്ത് കൂടി പ്രതി ചേർക്കപ്പെട്ടതോടുകൂടിയാണ് മൊത്തത്തിൽ പ്രതികളുടെ എണ്ണം 10 ആകുന്നത്. ശരത്തിനെ നിലവിൽ വെറുതെ വിട്ടിരിക്കുന്നു. 9ാം പ്രതിയായിട്ടുള്ള മേഴ്സിരി സനിൽ, അതായത് ഈ പ്രതികൾക്ക് ജയിലിൽ വെച്ച് ചില സഹായങ്ങൾ, ഈ പറയുന്ന നാദൃശ്യ അടക്കം വിളിക്കാനായിട്ടുള്ള അപ്പുണ്യെ, ഡ്രൈവറായിട്ടുള്ള ദിലീപിന്റെ ഡ്രൈവറായിട്ടുള്ള അപ്പുണ്യെ വിളിക്കാനായിട്ട്, ഫോൺ വിളിക്കാനായിട്ട് സഹായം ചെയ്ത മേഴ്സിരി സനിലിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള കുറ്റങ്ങളൊന്നും തന്നെ തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നാണ് കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള കുറച്ചധികം നിമിഷങ്ങളാണ് ഈ കോടതിയുടെ ഭാഗത്ത് കടന്നുപോയത്. കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 8ാം പ്രതിയായിട്ടുള്ള ദിലീപായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന് പറയുന്നത്. കാരണം ദിലീപ് ഇതിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് കോടതിയുടെ ഉത്തരവ് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. എന്തായാലും ദിലീപിന് ഒരു വിധി പത്രമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ
പറയുന്നത് ഏറ്റവും സുപ്രധാനമാണ്. കാരണം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് ഏത് വിധത്തിലായിരിക്കണം ശിക്ഷ പ്രഖ്യാപിക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് നടത്തുക. അതിൽ പ്രോസിക്യൂഷന്റെ വാദം കോടതി കേൾക്കും, അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കും. കാരണം സ്വാഭാവികമായിട്ട് പ്രതിഭാഗം ഉന്നയിക്കുക തങ്ങൾക്ക് ഈ കുറ്റം ചെയ്തതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ ആ വകുപ്പുകളിൽ കുറച്ച് ശിക്ഷ ഇളവ് വേണമെന്നുള്ളത് ആയിരിക്കും ആ പ്രതിഭാഗം കോടതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. അത് രണ്ടും കേട്ടതിന് ശേഷം വാദപ്രതിവാദങ്ങൾ കോടതി കേട്ടതിന് ശേഷമായിരിക്കും ശിക്ഷ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഡിസംബർ 12-നാണ് ശിക്ഷയുമേലുള്ള വാദം വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് തന്നെ ശിക്ഷാവിധി പ്രസ്താവിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയേക്കാം. എന്തായാലും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവരെ റിമാൻഡ് ചെയ്യും. നിലവിൽ അവരൊക്കെ തന്നെ എല്ലാ പ്രതികളും ജാമ്യത്തിലാണ്. ഈ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതുകൊണ്ട് തന്നെ അവർ റിമാൻഡിലാകും. നേരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. പിന്നീട് 12-ാം തീയതി ഇവിടെ വാദം നടക്കുന്ന വേളയിൽ, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദം നടക്കുന്ന വേളയിൽ അവരെ നേരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരും. അവരുടെ ഭാഗം കൂടി കേൾക്കും. അവർക്ക് എന്താണ് പ്രതികളോട് നേരിട്ട് തന്നെ കോടതി ജഡ്ജി അക്കാര്യം ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചതിന് ശേഷമായിരിക്കും 12-ാം തീയതി വാദം കേട്ടതിന് ഒടുവിൽ ഒരു ശിക്ഷാ വിധി സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് ഉത്തരവിലേക്ക് കോടതി കടക്കുക. എന്തായാലും കുറ്റമുക്തനാക്കപ്പെട്ട 3 പേരും പിന്നീട് 4 പേരും സ്വാഭാവികമായിട്ടും അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അതെ രേഷ്മ, ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ, ഈ വിധി പ്രസ്താവത്തിന്റെ ഒരു പൂർണ്ണ രൂപം, അതായത് 6 പ്രതികൾ കുറ്റക്കാർ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനം, കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ കുറ്റവിമുക്തർ ആക്കപ്പെട്ടവർ, പ്രോസിക്യൂഷൻ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്, അത്തരത്തിലുള്ള ഈ വിധി പ്രസ്താവത്തിന്റെ ഒരു പൂർണ്ണ രൂപം എപ്പോഴായിരിക്കും ലഭ്യമാകുക? അത് രേഷ്മയ്ക്ക് ലഭ്യമാകാനുള്ള സാധ്യത എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ അത് പ്രേക്ഷകരോട് നമ്മളോട് പങ്കുവച്ചാൽ ഗുണകരമാകുമായിരുന്നു. ഈ കുറ്റക്കാരെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിധിയുടെ പകർപ്പ് വൈകുന്നേരത്തോടുകൂടി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ പകർപ്പിൽ നിന്ന് മാത്രമേ ഏത് കാരണങ്ങൾ കൊണ്ടാണ്, എവിടെയാണ് പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചത്, ഏത് തെളിവുകളാണ് കുറ്റക്കാർക്ക് അനുകൂലമായിട്ട് മാറിയത്, പൾസ് സുനിയിലേക്കും അതോടൊപ്പം തന്നെ 6 വരെയുള്ള പ്രതികളെ കുറ്റം ചാർത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ സാധൂകരിക്കപ്പെട്ട തെളിവുകൾ ഏതൊക്കെയാണ്, രേഖകൾ ഏതൊക്കെയാണ്, ഇത് തമ്മിലുള്ള ഒരു വിലയിരുത്തലുകൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ലഭ്യമാകുമെന്നാണ് സൂചനകൾ. മറ്റൊന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇനിയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ്. കാരണം ഇതിൽ അതിജീവിത ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗൂഢാലോചന. ആ ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളി, അതായത് ഈ കൃത്യം നടത്തുന്നത് പോലെ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ആസൂത്രണം നടത്തുക, ഗൂഢാലോചന നടത്തുക. അതുകൊണ്ട് ഒരേ കുറ്റം ഈ 2 വകുപ്പുകളാണെങ്കിൽ കൂടി, വ്യത്യസ്ത വകുപ്പുകളാണെങ്കിൽ കൂടി ശിക്ഷ ഒന്നാണ്. അതാണ് ഈ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ കൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഗൂഢാലോചന കുറ്റം നേരത്തെ പോലീസ് ചുമത്തിയ ദിലീപ് വെറുതെ കുറ്റമുക്തനായ ഒരു സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള നടപടിയിലേക്ക് അതിജീവിത കടന്നേക്കും. കാരണം ഹൈക്കോടതിയിൽ അടക്കം അപ്പീലുമായി ബന്ധപ്പെട്ടപ്പോഴും മറ്റൊന്ന് പ്രോസിക്യൂഷനും അപ്പീൽ കൊടുക്കാനായിട്ടുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാരണം